നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളുടെ പ്രവർത്തനം ഇതെന്തിനാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളും നേതാക്കന്മാരും അല്ലെങ്കിൽ മന്ത്രിമാരും തമ്മിലുള്ള അകലം അത് വളരെയധികം കൂടുതലാണ്. ജനങ്ങളുടെ സേവകരാണ് ഈ പറയുന്ന മന്ത്രി സംവിധാനങ്ങളൊക്കെ തന്നെ എങ്കിൽ പോലും അവരെടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം പ്രയാസമുള്ള കാര്യമാണ്. അവിടെയാണ് മാധ്യമങ്ങളുടെ പ്രാധാന്യം. അതായത് സർക്കാരും ജനങ്ങളും നേരിട്ട് സംവദിക്കേണ്ടുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു നൽകുന്നു എന്നുള്ളതാണ് മാധ്യമധർമ്മം. അതിപ്പോൾ സർക്കാർ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങളുടെ അഭിപ്രായങ്ങളും ജനങ്ങളുടെ നിലപാടുകൾ സർക്കാരിലേക്ക് എത്തിക്കാനും ആയിക്കോട്ടെ, മാധ്യമങ്ങളാണ് അതിന് ഇടനിലക്കാരായി നിൽക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ മാധ്യമധർമ്മം. എന്നാൽ ഇപ്പോൾ ചില ഇടങ്ങളിൽ നിന്ന് കർഫ്യൂ പോലെ, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിരിക്കുന്ന നടപടികൾ പോലെ മാധ്യമങ്ങൾക്ക് ചില വിലക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. ജനങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്താതിരിക്കാനും ജനങ്ങളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും ഉന്നയിക്കുന്ന സമയത്ത് അത് സർക്കാരിലേക്ക് എത്താനും ഉള്ള ഒരു മാർഗം സർക്കാർ തന്നെ കൊട്ടിയടയ്ക്കുന്നു എന്നുള്ള ചില സൂചനകൾ. മാധ്യമങ്ങൾക്ക് ചില വിലക്കുകൾ, ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. സർക്കാരിനെതിരെയുള്ള വാർത്തകൾ ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന തരത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതെങ്ങനെ യാഥാർത്ഥ്യമാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആശങ്കാജനകമായ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. മാധ്യമങ്ങളെ ഭയക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ചെയ്യുന്നത് തെറ്റെന്നുറപ്പുള്ളത് കൊണ്ടാണോ നിങ്ങളുടെ തെറ്റുകൾ പുറത്തേക്ക് വിടാതിരിക്കാൻ മാധ്യമങ്ങളെ ഇത്തരത്തിൽ വിലക്കി നിർത്തുന്നത് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചോദ്യം ഈ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങുകയാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിലടക്കം സർക്കാരിനെതിരെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ചില തീരുമാനങ്ങൾ, ചില സൂചനകൾ പുറത്തു വരുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിൽ ശക്തമായിട്ട് പലരും നിലപാടറിയിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. അതിലൊരാളെന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസ് MP തന്നെയാണ്. മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സംസ്ഥാന നീക്കം അനുവദിക്കാനാകില്ല എന്ന് പറഞ്ഞ് നിലവിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തിക്കഴിഞ്ഞു. മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സർക്കാരിനെതിരെയുള്ള വാർത്തകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും രാജ്യത്തെ ഉപഭോക്താക്കൾക്ക് ലഭിക്കാത്ത തരത്തിൽ നിയന്ത്രിക്കുന്നു എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. വിമർശനങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അവയെ ഇല്ലാതാക്കാൻ ഭരണകൂടം സാങ്കേതിക സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന്റെ തന്നെ ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെ വിമർശിക്കുന്ന വാർത്തകൾ നീക്കം ചെയ്യാൻ IT നിയമങ്ങളുടെ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സർക്കാരിന് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ ഇല്ലാതാക്കാനുള്ള അധികാരം ഭരണകൂടത്തിന് ആരും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മാധ്യമങ്ങളുടെ ഉള്ളടക്കം എന്തായിരിക്കും ണമെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരല്ല. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്ന വാർത്തകൾ മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന വാർത്തകളും ഇത്തരത്തിൽ നിയന്ത്രിക്കപ്പെടുന്നത് കൂടുതൽ ആശങ്കാജനകമാണെന്നാണ് MP ചൂണ്ടിക്കാണിക്കുന്നത്. അധികാരത്തിന്റെ രാഷ്ട്രീയ നിറം എന്ത് തന്നെയായാലും മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന നടപടികൾ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണെന്നും VD സതീശൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്തകൾ കൈരളി ന്യൂസ്, ദേശാഭിമാനി, റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് വ്യാപകമായി നീക്കം ചെയ്യപ്പെടുന്നതായിട്ടും ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിക്കുന്നു. TG മോഹൻദാസിന്റെ അറസ്റ്റിൽ VD സതീശൻ സർക്കാരിനെതിരെ വിമർശനവും MDMA കേസിൽ അറസ്റ്റിലായവരുടെയും മുഖ്യമന്ത്രിയുടെ ഒരുമിച്ചുള്ള ഫേസ്ബുക്ക് ചിത്രവും പുറത്തു വന്നതും മോദി സർക്കാരിനെ വിമർശിക്കുന്ന പിണറായി വിജയന്റെ വാർത്തകളുമൊക്കെ മെറ്റ നീക്കം ചെയ്യപ്പെടുന്നതിൽ സംശയമുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തിഗത പ്രൊഫൈലുകളിൽ നിന്നും ഇത്തരത്തിൽ വാർത്തകൾ നീക്കം ചെയ്യപ്പെടുന്നു. സർക്കാരിനെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും അത് നിഷേധിക്കപ്പെടുന്നു. വിമർശനാത്മകമായ വാർത്തകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപ്രതീക്ഷിതമാകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ കൂടി ഹനിക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. IT റൂളിന്റെ മറവിൽ മാധ്യമ ഉള്ളടക്കങ്ങൾ മെറ്റയിൽ സമ്മർദ്ദം ചെലുത്തി നിയന്ത്രിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. ഏത് സർക്കാരായാലും വിമർശനം സഹിക്കാനുള്ള ജനാധിപത്യ പക്വത കാണിക്കണം. മാധ്യമങ്ങളെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ രാജ്യത്തെ മുഴുവൻ മാധ്യമ സമൂഹവും ജനാധിപത്യ വിശ്വാസികളും ശക്തമായി പ്രതികരിക്കണമെന്നാണ് ജോൺ ബ്രിട്ടാസ് MP ഓർമ്മപ്പെടുത്തുന്നത്.